ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫീറ്റ് വൈറ്റനിങ്, അതായത് പെഡിക്യൂർ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഹോം മെയ്ഡ് റെമഡീസ് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ കുറച്ച് വാം വാട്ടർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കാല് കുറച്ച് നേരം കുതിർത്തി വെക്കും. കുതിർത്തി വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രബിങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ സ്ക്രബിങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും നമുക്ക് ഫസ്റ്റ് ആ ഒരു യൂസിൽ തന്നെ. ദെൻ മൂന്നാമത് നമ്മൾ വേണമെങ്കിൽ ഒരു പാക്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റനിങ് ക്രീമോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും യോഗറൂട്ടോ കേടോ നമ്മുടെ തൈരോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാലിൽ ഇടാം മാസ്ക് ആയിട്ടെന്ന രീതിക്ക്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്താൽ മതി. ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടല്ലോ, നമ്മളിപ്പം ജാപ്പനീസ് വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ക്രീമോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ റൈസ് ക്രീമോ അങ്ങനത്തെ ക്രീമൊക്കെ മാസ്ക് പോലെ നമ്മൾ ഫുള്ളി അപ്ലൈ ചെയ്തിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്കിന്ന് തുടച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം, നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ. അതിനുശേഷം നമ്മൾ ഒന്നല്ലെങ്കിൽ മോയ്സ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ നമ്മുടെ വാസ്ലിനോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെഡിക്യൂർ വീട്ടിൽ ചെയ്യുന്നതെന്നുള്ള ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് വാം ആയിട്ടുള്ള വാട്ടർ, ഇളം ചൂട് വെള്ളം, നമ്മുടെ ഫീറ്റിൽ ഉണ്ടായിരിക്കുന്ന ടാൻ ഉണ്ടല്ലോ, സൺ ടാനും അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കളയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ കാല് എത്രമാത്രം കറുപ്പോട് കൂടി ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ആദ്യമേ നമ്മൾ ഒരു ബക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഇളം ചൂടുവെള്ളം നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫീറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എടുക്കണം. അതിനുശേഷം നമ്മൾ അര ലെമണാണ്, അതായത് നാരങ്ങയാണ് ആഡ് ചെയ്യുന്നത്. നാരങ്ങാനീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങാനീര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തന്നെ ഇടണം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഉപ്പുണ്ടല്ലോ, അതായത് ഉപ്പിൻ്റെ 2 ടേബിൾ സ്പൂൺ തന്നെയാണ്. ബേക്കിംഗ് സോഡയും ഉപ്പും നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയുടെയും ഉപ്പും എത്ര ടേബിൾ സ്പൂൺ ആണെന്ന് നോക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഷാമ്പു ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മതി. ഷാമ്പു എത്ര ടേബിൾ സ്പൂൺ ആണ് ഇടേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷാമ്പു ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം, അതായത് ആ ഒരു ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കാല് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ മുക്കി വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇളകി പോകുന്നത്, ആ ഒരു വാട്ടറിൻ്റെ കളർ ചേഞ്ചിങ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള തിങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ലെമൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പോട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു കളറൊക്കെ നമുക്ക് നന്നായിട്ട് വൈറ്റൻ ചെയ്ത് വീണ്ടെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിക്ക് നമ്മൾ 10 മിനിറ്റോളം ഈ ഒരു വാട്ടറിൽ നമ്മുടെ കാല് നന്നായിട്ട് മുക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കാലുകൾ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ചെളിയൊക്കെ ഇളകി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ 10 മിനിറ്റിന് ശേഷം നമ്മൾ മെല്ലെ നമ്മുടെ കാല് എടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഈ ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ കാലിന് നല്ല ഡിഫറൻസ് വരും. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് കേട്ടോ. സ്ക്രബിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ബൗളിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ദെൻ നമ്മുടെ ലെമൺ, അതായത് ഹാഫ് ലെമൺ തന്നെ നിങ്ങൾ എടുക്കണം. ബേക്കിംഗ് സോഡയിൽ ആ ഒരു ലെമൺ നമ്മൾ സ്ക്യൂസ് ചെയ്ത് ഇടുമ്പോൾ തന്നെ ആ ഒരു ബേക്കിംഗ് സോഡ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുന്ന ആ ഒരു ഫോമിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നാരങ്ങാനീര് നമ്മൾ ബേക്കിംഗ് സോഡയിൽ പിഴിഞ്ഞ് ഒഴിക്കുമ്പം ആ ഒരു ബേക്കിംഗ് സോഡ പതഞ്ഞ് പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമ്മൾ ഒരു ബ്രഷ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ബ്രഷ് എടുക്കാം. ഇവിടെ ഞാൻ പുതിയ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഹിമാലയയുടെ നീം സ്ക്രബും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രബ്ബറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഫീറ്റ് നമ്മൾ ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ലൈറ്റനിങ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രണ്ടാമത്തെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ആ ഒരു സ്ക്രബ്ബർ നന്നായിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട്
നമ്മുടെ ഫീറ്റിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്ക് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പുതിയൊരു ബ്രഷ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴയ ബ്രഷ്, അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് കളഞ്ഞ ഒരു ബ്രഷ് ആണെങ്കിലും മതി. അത് ജസ്റ്റ് ഒന്ന് വാം വാട്ടറിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സ്ക്രബ് ചെയ്യാനൊക്കെ ആ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ഒരു സ്ക്രബിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. ഇതിൽ നമ്മൾ ലെമണൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഡേർട്ടും അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ കാലിൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഹാഫ് ഹവറൊക്കെ നമ്മൾ ഈ ഒരു പെഡിക്യൂർ സ്റ്റെപ്പ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എടുക്കും. പക്ഷേ നമുക്ക് ഈ ഒരു പെഡിക്യൂർ സ്റ്റെപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു ഫീറ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡേർട്ടും ഇംപ്യൂരിറ്റീസൊക്കെ നല്ലപോലെ നമുക്ക് റിമൂവ് ആവുന്നത് ഫസ്റ്റ് ആ ഒരു യൂസിൽ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു രീതിക്ക് നമ്മൾ ഫുഡ് വൈറ്റനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ഹോം റെമഡീസ് വെച്ച് മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. സീറോ കോസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിംപ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറാണ്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷുവറായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ സ്ക്രബിങ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്ക്രബിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു റിസൾട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വൈറ്റനിങ് ക്രീം തിക്കായിട്ട് നമ്മുടെ കാലിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗാർണിയറിൻ്റെ സെറം ക്രീമാണ്. അപ്പോൾ ആ ഒരു ക്രീം നന്നായിട്ട് എൻ്റെ കാലിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ റബ്ബ് ചെയ്യുക കുറച്ച് നേരം. അതിനുശേഷം നമ്മുടെ കാല് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യണം. ഈ ഒരു ക്രീമും നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് റബ്ബ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ക്യൂട്ടിക്കലൊക്കെ ക്ലീൻ ചെയ്യാം. എൻ്റെ ആ ഒരു ക്യൂട്ടിക്കൽ ക്ലീനർ കാണാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് വെച്ചിട്ട്, അതായത് നമ്മുടെ പ്ലക്കറാണ്. അപ്പോൾ ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. ദെൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എന്തെങ്കിലും മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വൈറ്റനിങ് കിട്ടും. ഇവിടെ ഞാൻ പ്രീവിയസ്ലി ഒരു ജാപ്പനീസിൻ്റെ സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയും കൂടെ നമ്മളൊരു വൈറ്റനിങ് ക്രീം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് എഫക്റ്റീവ് ആവും. അങ്ങനെ ആ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ലീവ് ഇറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാല് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാസ്ലിൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നമ്മുടെ കാലിൻ്റെ ആ ഒരു മോയ്സ്ചറൈസിങ് ഫീലൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാസ്ലിൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ കാല് നന്നായിട്ട് വെളുക്കും കേട്ടോ. ആ ഒരു കാര്യം എന്താണെങ്കിലും 100% ജെന്യുവിൻ ആണ്. സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്താണെങ്കിലും ഐ കാർഡിൽ ആഡ് ചെയ്യാം. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയർ, അതായത് നമ്മുടെ പെഡിക്യൂർ ഉണ്ടല്ലോ, ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 2 തവണയെങ്കിലും ചെയ്തിരിക്കണം. ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കാലിന് നല്ലൊരു കളർ ചേഞ്ചിങ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ആവും. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഹോമിൽ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയെന്നും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.